ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾക്കെല്ലാം വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നൊരു കാര്യം, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം ദൈവസന്നിധി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കൃപ പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരി, ഒരു ദൈവ പൈതൽ, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം ഭവനത്തിൽ, അവളുടെ ചർച്ചിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് വിമർശനം തോന്നാമായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് അന്ത്യകാലത്ത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. വിശുദ്ധീകരിക്കുക, അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിലായിരിക്കുക എന്നതിനെക്കുറിച്ച് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെയാണ് പറഞ്ഞത്, കർത്താവ്, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ എങ്ങനെയാണ് ഇവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇവരെക്കുറിച്ച് പറയേണ്ടതെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ്, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നീ വായിക്കുക. അതിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളുമുണ്ട്, അതുപോലെ തന്നെ ദൈവകൃപയിൽ നിൽക്കുന്ന സ്ത്രീകൾ, ഒത്തിരി പ്രവാചകന്മാരെക്കുറിച്ച്, ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് ഒക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ ദൈവകൃപ നഷ്ടപ്പെട്ടവരും ശപിക്കപ്പെട്ടവരുമായ സ്ത്രീകളും നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓരോരുത്തരും എപ്പോഴും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകളായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിന്ന് പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്ന സഹോദരിമാർ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും. ഇത് ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് നേടിയോ അറിവോ ഒന്നുമല്ല. പിതാവ് എന്നോട് സംസാരിച്ചു, എന്നോട് ഇടപെട്ടു. എങ്ങനെയായിരിക്കണം നീ ജീവിക്കേണ്ടത്, ഒരു ദൈവപൈതൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവ് എന്നോട് സംസാരിച്ച പ്രകാരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുകയോ കുറ്റമോ കുറവുകളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലൊരു ആൾക്കാർ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ വിട്ട് ജാതികളെ പോലെ നമ്മൾ നടക്കാനൊരു വ്യവസ്ഥയും കർത്താവ് വച്ചിട്ടില്ല. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു സ്ത്രീക്ക് അവളുടെ കുടുംബത്തിൽ അവൾ എങ്ങനെ ആയിരിക്കണമെന്നും, അവൾ സഭയിൽ എങ്ങനെ ആയിരിക്കുമെന്നും, പുറത്ത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവൾ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടതെന്നും കർത്താവ് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഭർത്താവുള്ള സ്ത്രീ എങ്ങനെ ജീവിക്കണം, വിധവയായ സ്ത്രീ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്ത്രീയുടെ സ്വഭാവം പൊന്നണിയുന്നതോ മുടി ഭംഗിയായി കെട്ടുന്നതോ ഒരുങ്ങുന്നതോ ഒന്നുമല്ല. അവളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അവളെക്കുറിച്ച് ഒരു വ്യക്തി പറഞ്ഞാൽ അത് അവളുടെ സ്വഭാവം മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പണമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ യോഗ്യതയോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട അവളുടെ സ്വഭാവം എങ്ങനെ, ദൈവകൃപ നിൽക്കുന്നൊരു സ്ത്രീ അവളുടെ സ്വഭാവത്തെ കൊണ്ടാണ് മറ്റുള്ളവളെ തിരിച്ചറിയുന്നത്. കർത്താവ് പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കൊരിന്ത്യനകത്ത് പറയും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണെന്ന്. കാരണം നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മളെക്കുറിച്ച് ദൈവത്തെ നമ്മളിലൂടെ അറിയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ശുശ്രൂഷിക്കിറങ്ങുന്ന സ്ത്രീ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലരൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. രാവിലെ ആകുമ്പോൾ ഇറങ്ങിപ്പോകും, വൈകുന്നേരം ആകുമ്പോൾ കയറി വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല, ആരുടെ കാര്യം നോക്കത്തില്ല. എന്തിനു പറഞ്ഞ് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ഇവരാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്, പ്രസംഗിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമായി, നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതം എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തുറന്നതുപോലെ. ഹല്ലേലൂയ, കർത്താവ് ഇപ്രകാരം പറയുന്നു, നീ എത്ര ആഴത്തെ, അല്ലെങ്കിൽ ഏത് ഇരുമ്പിനെ തുളച്ച് ചെന്ന് കടക്കത്തക്ക ഇതിനെ കർത്താവിൻ്റെ കണ്ണുകളെന്ന് പറയാം. അത്ര തീക്ഷ്ണതയുള്ളതാണ്. ഏത് ഇരുമ്പിനെയും തുളച്ച് കയറും. അപ്പം നമ്മൾ എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കേൾക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മുടെ ഭവനത്തിനകത്താണ് നമ്മൾ ഈ പ്രശ്നങ്ങളുണ്ടാകും. പുറത്തുനിന്ന് ആരും അറിയത്തില്ല എന്ന് വിചാരിച്ചാൽ ഒരിക്കലുമില്ല പ്രിയമക്കളെ. അത് നിശ്ചയമായിട്ട് പുറത്തത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വ്യവസ്ഥയാണ്. നമ്മൾ ശുശ്രൂഷിക്കാൻ പോകുന്നെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. അവൾ വിവാഹം കഴിച്ചവളാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. അതൊരു ദേവദാസനായിക്കോട്ടെ, അല്ലെങ്കിൽ ദേവദാസനല്ല ജോലിയുള്ള വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത വ്യക്തി ആയിക്കോട്ടെ. പക്ഷേ ആ വ്യക്തിക്ക് ഒരു ഭാര്യ എപ്പോഴും കീഴ്പ്പെട്ടിരിക്കണം, ഭാര്യ എന്ന നിലയിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ കീഴ്പ്പെട്ടിരുന്ന ഒരു പക്ഷേ അയാൾ മദ്യപാനിയായിരിക്കാം, വ്യഭിചാരിയായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീ ആണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ അവളെ ഭർത്താവിന് എപ്പോഴും അവൾ കീഴ്പ്പെട്ടിരിക്കണം.
ഭർത്താവ് എന്ത് പറയുന്നു അതനുസരിക്കേണ്ട ബാധ്യത ആ സ്ത്രീക്കുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ അത് കഴിഞ്ഞിട്ടായിരിക്കണം അവിടെ ശുശ്രൂഷകൾ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് കേൾക്കാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കാതെ അല്ലെങ്കിൽ മക്കൾക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കാതെ ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യാതെ രാവിലെ നമ്മൾ ശുശ്രൂഷ എന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ മടങ്ങി വരുന്നു. നമ്മൾ വീട്ടിലൊക്കെ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും കഴിച്ചു വിട്ട് അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്നതല്ല ഒരു ദൈവകൃപ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യം. അവൾ വീട്ടിലെ ഗൃഹകാര്യം കംപ്ലീറ്റ് ചെയ്ത് അവളുടെ ഭർത്താവിന് ആവശ്യമായി ചെയ്തു കൊടുത്ത് മക്കൾക്ക് ആവശ്യം അതൊക്കെയും ചെയ്തു വെച്ച് ഇനി മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായത് ചെയ്തു വെച്ചതിന് ശേഷം മാത്രമാണ് അവൾ പുറത്തിറങ്ങിപ്പോയി മറ്റുള്ള കാര്യങ്ങൾ ദൈവകാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയോടൊപ്പം മാത്രമേ ദൈവം നിൽക്കത്തുള്ളൂ. പിന്നെ ഈ 2 ദിവസം 3 ദിവസമൊക്കെ ചില സഹോദരിമാർ ഇങ്ങനെ പോകാറുണ്ട്. അതായത് ശുശ്രൂഷ എന്ന് പറഞ്ഞ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ മക്കളെയും ഭർത്താവിനൊക്കെ ആക്കിയിട്ട് അവർ പോവും. ഭർത്താവിന് എന്നിട്ട് പറയും, അയ്യോ എൻ്റെ ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും ദൈവം ആ വ്യവസ്ഥ വെച്ചിട്ടില്ല. നീ നിൻ്റെ ഭവനത്തിൽ മടങ്ങി എത്തണം. നീ എവിടെ പോയാലും ശരി, നീ ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് രാത്രി കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞാൽ രാത്രി നീ പുറത്തു നടക്കാൻ ഒരു വ്യവസ്ഥയും കർത്താവ് വച്ചിട്ടില്ല, ദൈവം വച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. സ്ത്രീ രാത്രി ഒന്നിനും അവളെ ഭർത്താവിനോടൊപ്പം അവൾക്ക് പുറത്ത് പോകാം, ശുശ്രൂഷയ്ക്ക് പോവാം, ഭർത്താവിനോടൊപ്പം പോയി മടങ്ങി തിരിച്ചു വരാം. ഹല്ലേലൂയ സ്തോത്രം. അല്ലാതെ ഒരു ദേവദാസനോടൊപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളവരോടൊപ്പോ പുറത്തുമുള്ള ഒരു സഹോദരനൊപ്പോ സഭയിലെ സഹോദരനൊപ്പോ ഒന്നും തന്നെ ഒരു സ്ത്രീ പോകാൻ പാടില്ല. അത് നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാനിടയാകും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ കാണുന്ന ജാതികളുടെ മധ്യത്തിൽ ദൈവനാമം നമ്മൾ മുഖാന്തരം ദുഷിക്കപ്പെടാൻ അനുവദിക്കരുത്. ഇന്ന് പല കുടുംബങ്ങൾ നടക്കുന്ന ഇതൊക്കെയാണ്, പല പ്രശ്നങ്ങൾ നടക്കുന്നത്. പിശാച് പല രീതിയിൽ പല ദൈവമക്കളെയും തിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക തന്നെ വേണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും കരുതേണ്ടതുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയ്ക്കും അല്ലാതെ വേർപെട്ടിരിക്കരുതെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, നിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചു പോയി, പക്ഷേ എനിക്കൊരു മകനുണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ മകനോട് പറയാം. മകൻ കൊച്ചാണ്, എന്നാലും അമ്മ ഇങ്ങനത്തെ പോകുന്നു, മോനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പോയിട്ട് അവിടെ നിന്ന് വിളിച്ച് പറയും, മോനെ ഞാൻ എത്തി എന്നൊക്കെ പറയും. കാരണം എനിക്കൊരു വ്യവസ്ഥയുണ്ട്, എൻ്റെ മകനോട് എനിക്ക് പറയാൻ ബാധ്യസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാതാപിതാക്കളുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവരെ സംരക്ഷിക്കണം. ഇന്ന് പല കുടുംബങ്ങളിൽ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മക്കളെ ഫോൺ ചെയ്യുക, അമ്മമാർ ഫോൺ ചെയ്യുക, എന്നിട്ട് പല കുടുംബങ്ങൾ ബന്ധക്കോസ് കുടുംബങ്ങൾ പലതിലും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്നു. കല്യാണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ആണ്. കാരണം അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, നമ്മുടെ മക്കളെ നമ്മൾ മറ്റൊരു ഭവനത്തിലേക്ക് വിടുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ആ അമ്മയും അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളും നിൻ്റെ സ്വന്തം ഞങ്ങളെപ്പോലെ തന്നെ സഹോദരങ്ങളെ അമ്മയും അച്ഛനെയും പോലെ നീ കാണണം. അങ്ങനെ കണ്ടാൽ മാത്രമേ നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ഡൈവോഴ്സ് ചെയ്തിട്ട് കർത്താവ് പറയുന്നു, ഒരുവൻ ഭാര്യ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ച് വ്യഭിചാരം ചെയ്യുന്നു. അതുപോലെ ഒരുവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ടാമത് കല്യാണം കഴിച്ച് വ്യഭിചാരം ചെയ്യുന്നത് വ്യക്തമായി വചനം പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിരോധമായിട്ട് നമ്മുടെ തലമുറകൾ പോകാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ കാണാം, മറ്റുള്ള നമ്മളോട് നമ്മൾ ദൈവകാര്യങ്ങൾ ചെയ്തു, നമ്മുടെ തലമുറ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ തലമുറ എനിക്ക് പ്രശ്നം വന്നു. നമ്മുടെ മക്കളെ ചിട്ടയായിട്ട് വളർത്തേണ്ട കടമയും നമ്മൾക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മുടെ ജാതികളെ പോലെ അല്ല, നമുക്ക് വ്യവസ്ഥയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ കെട്ടപ്പെട്ട തോട്ടമാണ്, കെട്ടഴിഞ്ഞ തോട്ടമല്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം നമ്മൾ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. കാരണം നമ്മുടെ ചിന്തകളിൽ പോലും മറ്റൊരു പാവം വരാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഹവ്വ എന്ത് ചെയ്തു, ആദാമിനെ വിട്ട് എന്ത് ചെയ്തു, സ്വതന്ത്രമായിട്ട് പോകാൻ തീരുമാനിച്ചു. അവൾ പുറത്ത് പോയി ഓരോ ഭംഗിയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അവളെ പിശാച് എന്ത് ചെയ്തു, പാമ്പ് അവളെ തെറ്റിച്ചത്. ഹല്ലേലൂയ. പാപം അവളിലേക്ക് വന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ കടക്കാൻ ഇടയാക്കിയാൽ, അല്ലെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യം നമ്മുടെ ഭർത്താവിനേക്കാളും അല്ലെങ്കിൽ മറ്റ് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, നമ്മുടെ ജീവിതം തന്നെ തകരുന്ന ഒരു അവസ്ഥയിലെത്തും. അത് പ്രത്യേകം ദൈവമക്കൾ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാർ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പാസ്റ്റർമാർ അവർ സ്നേഹത്തോട് വിളിക്കുന്നത്, സിസ്റ്റർ നമുക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട് പോകാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് പോകുന്നതല്ല. കാരണം ഒന്നുകിൽ ആ പാസ്റ്റർ വൈഫ് കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ദേവദാസിനോടൊപ്പമോ അല്ലെങ്കിൽ സഭയിലൊരു വിശ്വാസിയോടൊപ്പം ഒരു സ്ത്രീ സഞ്ചരിക്കാൻ വ്യവസ്ഥ ദൈവം പറഞ്ഞിട്ടില്ല. കാരണം ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും. അപ്പം നമ്മളൊരിക്കലും
നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഹല്ലേലൂയ ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ മറ്റൊരു പുരുഷനുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല. എന്തുണ്ടെങ്കിലും നമ്മുടെ ഭർത്താവിനോടാണ് പറയേണ്ടത്. നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാൻ നമ്മുടെ ഭർത്താവിനോട്, അല്ലാതെ മറ്റൊരു വിശ്വാസിയോടോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ വേറൊരു പുരുഷനോട് പറയാൻ ഒരിക്കലും പറയാം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ മറ്റൊരു ബന്ധങ്ങൾക്ക് വഴിവിട്ടു പോയി പിന്നെ പ്രശ്നങ്ങളും ദൈവനാമവും നിന്ദിക്കും കുടുംബങ്ങളും പ്രശ്നമായി തകർന്നു പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. നമുക്കൊരു വിഷയം ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക. അത് കഴിഞ്ഞ് നമ്മുടെ ഭർത്താവിനോട് അറിയിക്കുക, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് അറിയിക്കുക. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് നിങ്ങളും ഒന്നിച്ച് ആ സഭയിലെ ദേവദാസനോട് പോയി പറയുക, പാസ്റ്റർ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തു, അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തോടെ വരും. നമുക്കറിയാമല്ലോ, ആദാമിനെയും ഹവ്വയും കർത്താവ് കുടുംബമായിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. എന്ന് വെച്ചാൽ എന്തിനാണ്? അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു സമയമാകുമ്പോൾ ദൈവം ഇറങ്ങി വരും. ഇന്ന് പല കുടുംബത്തിന് പ്രാർത്ഥനയില്ല. നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, പക്ഷെ നമ്മുടെ കുടുംബങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭവനത്തിലായിരിക്കുന്ന വ്യക്തികൾക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ, ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ശുശ്രൂഷയ്ക്കായി കടന്നു പോകാവൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും സഭയിലൊരു വിശ്വാസിയായാലും അവളൊരു കുടുംബത്തിൻ്റെ വിളക്കാണ്. ഹല്ലേലൂയ, ഒരു സ്ത്രീ വിളക്കാണ്. നമുക്കറിയാം, നമുക്ക് ഒത്തിരി പദവികളുണ്ട്. നമുക്ക് ഒരു മാതാവിൻ്റെ പദവിയുണ്ട്, സഹോദരി പദവിയുണ്ട്, മകളുടെ പദവിയുണ്ട്, അതുപോലെ ഒരു അമ്മാമ്മയുടെ പദവിയുണ്ട്, അമ്മായി അമ്മയുടെ പദവി. ഇതൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു പദവിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പുരുഷനേക്കാളേറെ ദൈവം നമ്മളെ സ്ത്രീകളെ സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി കരയുവാനും പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ അതെല്ലാം നമ്മൾ ബുദ്ധിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മളോട് കൂടെ ഇരിക്കുകയും നമ്മളെ ശക്തമായി ദൈവം ഉപയോഗിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവും. അതൊക്കെ നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറയുന്നേക്കാൾ നല്ലത് ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും കോപ സ്വഭാവത്തോടെ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല, എനിക്ക് പ്രത്യേകമായ ഒരു ക്യാരക്ടർ, നമുക്കൊന്നും ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എല്ലാവർക്കാളും അവൾ താന്നിരിക്കണം. കർത്താവ് എന്ത് പറയുന്നതെന്നറിയാവോ? തൻ്റെ ശിഷ്യന്മാരെ കാല് കഴുകിയത് എന്തുകൊണ്ടാണ്? എളിമപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത് ഉപമ കാണിച്ചത്. എന്നാൽ അവർക്ക് താഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദൈവം കാണിച്ചു തന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ അവരെക്കാൾ ഉയർന്നവനായിട്ടല്ല, താഴ്മ ധരിക്കേണ്ടത് അത് ദൈവം അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, പരസ്പരം സ്നേഹിക്കാനായിട്ട് കഴിയണം. ഒരു ശുശ്രൂഷ എന്നൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ശുശ്രൂഷയ്ക്ക് താങ്ങുക, അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് പോകുമ്പോൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ പോവുക. ചിലപ്പോൾ അവർ നമ്മളെ വിളിക്കാൻ ചിലപ്പോൾ പറ്റി കാണില്ല. ചിലപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ നമ്മളെ കൂടെ നിർത്തിയായിരിക്കാം. ഒരുപക്ഷെ ആ ഒരു മേഖല ചിലപ്പോൾ അവർക്കത് പറ്റിയില്ലാന്നിരിക്കും. പക്ഷെ നമ്മൾ സന്തോഷത്തോടെ അവരോട് പറയുക, സാരമില്ല, എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ തോന്നിയാൽ സഹോദരി എന്നെ വിളിക്കുക, നിശ്ചയമായി ഞാൻ വരും എന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ നമ്മൾ മടങ്ങിപ്പോവുക. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടേതായ ഞാൻ എന്നൊരു പദവി ഒരിക്കലില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കാരണം കർത്താവ് ജീവനുള്ള ദൈവമാണ്. അവൻ നമുക്ക് തന്ന കൃപ എന്ന് പറയുന്നത് ദൈവസന്നിധിയിലെ കൃപ. നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്താ ദൈവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അർഹതയില്ലാത്ത സ്ഥാനത്ത് തന്ന കൃപകളാണ് കർത്താവ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകളെ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് അറിയാം, വേദപുസ്തകം നോക്കുമ്പോൾ അറിയാം, കർത്താവ് കൃപകളാൽ നിറയ്ക്കുന്നത് സ്ത്രീകളെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു ദേവദാസിൻ്റെ ഭാര്യയാണെങ്കിൽ ആ സഹോദരിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും, കാരണം ആ പദവി തന്നെ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. ആ ദേവദാസിനെ കൃപയിൽ നിർത്താനും അതിൽ നിന്ന് വീഴ്ത്താനും ആ സഹോദരിക്ക് പറ്റും. ഹല്ലേലൂയ. ഒരു സഭ പണിയുവാനും അതിനെ പൊളിക്കുവാനും ആ സഹോദരിക്ക് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സഭയിൽ എങ്ങനെ ആയിരിക്കണം? എല്ലാവരോടും സ്നേഹമുള്ള ഒരു വ്യക്തിയോട് മാത്രമല്ല, ആ സഭയിലൊരു മാതാവായിരിക്കണം. അവരുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ദശാംശങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്. അവരുടെ മക്കൾക്ക് പോലും ആഹാരം കൊടുക്കാതെ ചിലപ്പോൾ കൊണ്ടുതരുന്ന കാശാണ് നമ്മൾ വാങ്ങി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ സഹോദരി മധ്യസ്ഥ വഹിക്കണം. ഒരു മാതാവായിരിക്കണം. എല്ലാവരുടെ വിഷയം കേട്ട് അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്ത് അവരെല്ലാം ഒരു കുടക്കയിൽ നിർത്തേണ്ടത് ആ സഹോദരിയുടെ കടമയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ ദേവദാസൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ ദേവദാസിന് വേണ്ടി എപ്പോഴാണോ ശുശ്രൂഷ ചെയ്യുന്നത്, ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുന്നത് വരെ ആ സഹോദരന് ആ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായ ദേവദാസിനെ ദൈവം ശക്തമായി ഉപയോഗിക്കും. ഇന്നത്തെ പാപത്തിൽ നിറഞ്ഞ ലോകത്തേക്ക് അവരാരും വീണ്ടു പോകത്തില്ല. ദൈവകൃപയിൽ നിന്ന് അവർക്ക് വീണ്ടു പോകാനും ദൈവം അനുവദിക്കത്തില്ല. ആ സഹോദരി ഒരു താങ്ങായി തണലായിരിക്കണം. കാരണം ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസൻ എന്ന് പറയുമ്പോൾ അവർക്ക് പല കാര്യങ്ങളുമുണ്ട്. അവർക്ക് എപ്പോഴും ലോകപരമായ ഒരു മനുഷ്യനെ പോലെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവർ എല്ലാ തരത്തിലും അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അവരെ മനസ്സിലാക്കി ആ ദേവദാസന്മാർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് സ്വന്തം ഭവന
ഭവനത്തിൽ ആ ദേവദാസിനെ ബഹുമാനിക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം, ഏറ്റക്കുറിച്ചിൽ അവിടെയൊക്കെ ആ ദേവദാസിന് കരം താങ്ങി നിന്ന് പ്രാർത്ഥനയിലൂടെ അവയൊക്കെയും തൻ്റെ മക്കളെയും പ്രാർത്ഥനയിലൂടെ ഒരുക്കി കൊണ്ടുവരുന്ന ഒരു സഹോദരി ഒരു വിളക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് അനുഗ്രഹമാണ് ആ സഹോദരി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരായിട്ട് തീരാൻ നമുക്ക് സാധിക്കും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ 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 എന്നുള്ളൊരു മനോഭാവവും ഒക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദന അല്ല, നമ്മൾ അകമേ പരിച്ഛേദന എടുത്തിട്ട് വേണം പുറമേ പരിച്ഛേദന. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തലമുറകളെ തന്നെ പലരും ഭയങ്കര ഫാഷനബിളായിട്ട് വളർത്താൻ നോക്കുന്നു, മറ്റുള്ളവരെ പോലെ വളർത്താൻ നോക്കുന്നു, വസ്ത്രങ്ങൾ ശരിക്കും ധരിക്കാറില്ല. ആ സഹോദരിമാർ പോലും ഇന്ന് ഒരു ഷോള് പോലും ഇല്ലാതെ പലപ്പോഴും ഞങ്ങൾ കാണും ഭാരം. കാരണം ബന്ധക്കോസുകാരെ 90% പേരും ഈ ഷോളില്ലാതെ അവരെന്താ പറയുന്നത് അറിയില്ല, ഷോളില്ലാതെ ലോകത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഇവർക്ക് ആഭരണം ധരിച്ചുകൂടെ, കാരണം ആഭരണം ധരിച്ചാൽ ദൈവനാമം നിന്ദിക്കത്തില്ല. പലരും ഞങ്ങളുടെ കാതിൽ കേൾക്കാറുണ്ട് ഞങ്ങൾ പോകുമ്പോൾ, അയ്യോ ഇതെന്തോ ഒരു പോക്ക് പോകുന്നത്, ഒരു ഷോൾ ഇട്ടൂടെ, എന്ത് വൃത്തികേടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏതോ ബന്ധക്കോസുകാരാണെന്നൊക്കെ പറയുന്നത് കേൾക്കുക. അപ്പോൾ എന്തിനാണ് ദൈവനാമത്തെ നിന്ദിപ്പാൻ ഇടയാക്കുന്നത്? നമ്മൾ ലോകപരമായി ജീവിക്കുന്ന മക്കളല്ല, നമ്മൾ ദൈവമക്കളാണ്, ദൈവകൃപയിൽ നിൽക്കേണ്ടവരാണ്. നമ്മൾ ലോകത്തിലൂടെ പോലെ ലോകത്തിൽ നിന്ന് വേർപെട്ട് ഒരു ജാതി എന്ന കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മൾ വേർപെട്ട് ജീവിക്കുന്ന ഒരു ജാതിയാണ് നമ്മൾ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മുടെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്കൊരു വ്യവസ്ഥ ഉണ്ടെന്ന രീതിയിൽ നമ്മൾ ഷോളുകൾ ഉപയോഗിക്കുക, നമ്മുടെ മക്കൾ അതിനായിട്ട് തന്നെ ഷോളുകൾ ഉപയോഗിച്ച് വിടുക. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ അവരുടെ വസ്ത്രമാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുഞ്ഞിന് ഫാഷനായിട്ട് നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം മറ്റൊരാൾക്ക് അത് മോശമായി തോന്നരുത്. അത്തരത്തിലുള്ള വിഷയം മാത്രമേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും വലുത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ മോടിയായി വസ്ത്രം ധരിച്ചത് കൊണ്ടോ തല നന്നായി പിന്നിയിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മുത്തണിഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ സ്വഭാവമാണ് നമ്മളെ മറ്റുള്ളവരെ വേർതിരിക്കുന്നതും ദൈവമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതും മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഒരു ദൈവ പൈതലായിക്കോട്ടെ, ദൈവ പൈതലാണെങ്കിലും നമ്മൾ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരാകരുത്. കാരണം പല പ്രശ്നങ്ങളും സഭയ്ക്കകത്ത് വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അവസാനം ചെയ്യുമ്പോൾ ഒരു സഹോദരിയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ സഹോദരി മുഖാന്തരമാണ് ആ വിഷയം ഉണ്ടായതെന്ന് നമുക്ക് പറയാനില്ല. അനേകം സഭയിൽ നിന്ന് പോകുന്നത് കർത്താവ് സഭയിൽ നമ്മളൊരു പ്രാർത്ഥനയുള്ള അല്ലെങ്കിൽ ഒരു ദേവദാസിന് കീഴ്പ്പെട്ടിരുന്ന് നമ്മൾ മറ്റുള്ളവരുടെ പല കാര്യങ്ങൾ അന്വേഷിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി മാറണം സഹോദരിമാരെ. ഹല്ലേലൂയ സ്തോത്രം. ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞാൽ അതും 10 പേരോട് ഫോൺ വിളിച്ച് പറഞ്ഞ് അറിയിക്കാതെ നമ്മുടെ കുടുംബത്തിലാണ്. സഭ എന്നൊരു കുടുംബമാണ്, നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ ഒരു അവയവത്തിന് കേട് സംഭവിച്ചാൽ അതിന് നമ്മൾ മുറിച്ച് കളയും? ഒരിക്കലുമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അല്ലേ? അതിനെ ശുശ്രൂഷിക്കുക. അതുപോലെ നമ്മുടെ സഭയ്ക്കകത്ത് ഒരു പ്രശ്നം വന്നാൽ, ഒരു കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മളവരെ തകർത്ത് കളയാനല്ല, അവരെ താങ്ങി പേടിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്, ധൈര്യമായിരിക്കും, ആ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ തലമുറകൾ ഏതെങ്കിലും തെറ്റിപ്പോയാൽ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടന്ന് ഫോൺ വിളിച്ച് എല്ലാവരും അറിയിക്കാനല്ല, അതെല്ലാം ആ സഭയ്ക്കകത്ത് ഒതുക്കി ആ സഭയിലെ സഹോദരിമാർ ചേർന്ന് പ്രാർത്ഥിച്ച് ഒരു കൂട്ടായ്മ പോലെ അവർ ആ വിഷയത്തിന് വേണ്ടി അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ആ വിഷയങ്ങൾക്ക് എല്ലാം ദൈവം മറുപടിയായിരിക്കും, സഭകൾ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ കാണുന്നവർ പറയും ഹല്ലേലൂയ ദൈവമക്കളാണ്, കണ്ട അവരുടെ ജീവിതത്തിൽ കണ്ട അവർ പോക്കും വരവും ഒക്കെ കണ്ട അത് ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവ ഭയമുള്ളവരാണെന്ന് പറയും. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ തന്നെ ഭയങ്കര ഭിന്നതയും പ്രാർത്ഥനയില്ല, മക്കൾ ഒരു വഴിക്ക്, ഭർത്താവ് ഒരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്. ഹല്ലേലൂയ സ്തോത്രം. ഇതല്ല ഒരു സ്ത്രീയാണ് ഭവനത്തിനകത്ത് ഇതെല്ലാം ചേർത്ത് നിർത്തേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഒന്നിച്ചു കൂട്ടി ഒരു കുടക്കീഴിൽ നിർത്തുക, അവർ പ്രാർത്ഥിപ്പാനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരിയാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ആ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. നമുക്കും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവകൃപയിൽ നിൽക്കാനും കഴിയും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒരു സ്ത്രീ അവർ തന്നെ ക്രമീകരിക്കുക. അത് മറ്റൊരു വ്യക്തി പറഞ്ഞിട്ടല്ല, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ കുറവുകൾ എന്താണ് ദൈവമേ, അതൊക്കെ മാറ്റി നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകളായി, നല്ലൊരു അമ്മയായി, നല്ലൊരു സഹോദരിയായിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയായിട്ട് നമ്മൾ ജീവിക്കണം. ഒരു ദൈവദാസിയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിനെ ശുശ്രൂഷ എന്ന സഹോദരിയാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. അവൾ ചുമ്മാ ആവശ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു വ്യവസ്ഥയില്ലാതെ നടക്കുന്ന വ്യക്തിയല്ല. അവൾ ദൈവകൃപയാൽ നിൽക്കുന്നവളാണ്. അവൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കണം. ഹല്ലേലൂയ സ്തോത്രം. സ്ത്രീയെ നിൻ്റെ നല്ല നടപ്പേണ്ട പുരുഷൻ നിൻ്റെ വഴിക്ക് വരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ
നമ്മുടെ നടപ്പ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണം, നമ്മളിലേക്ക് വരുവാനും ദൈവത്തെ അറിയുവാനും ഇടയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷക്കാരത്തിയാണ്, എനിക്ക് കൃപയുണ്ട്, അതുണ്ട് ഇതുണ്ട്, എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന് കീഴ്പ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് നമ്മൾ കീഴ്പ്പെട്ട് തന്നെ ഇരിക്കണം. അവർ നമ്മൾ ആ കുടുംബം ഏറ്റവും സ്വർഗീയമായിട്ട് മാറ്റാൻ നമുക്കൊരു സ്ത്രീക്ക് കഴിയും. ഹല്ലേലൂയ. അതൊരു നരകമാക്കി മാറ്റുവാനും കഴിയും. പലയിടത്തും മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ വേണ്ട, അവരെ ബന്ധുക്കളെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട, അവർ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി കുടുംബത്തെ ഭിന്നിപ്പിക്കുന്നൊരവസ്ഥ നമ്മൾ മാറ്റണം. നമ്മളെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ വളർത്തിയത് അതുപോലെ തന്നെയാണ് ആ സഹോദരൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളും വളർത്തുന്നത്. അവർക്കും വേദന ഉണ്ടാവില്ല. ആ സഹോദരങ്ങൾ ഒന്നിച്ച് വളർന്ന് നമ്മുടെ സഹോദരങ്ങളോടൊപ്പം നമ്മൾ ഒന്നിച്ച് വളരും പോലെ ആ സഹോദരനും അവരും സഹോദരങ്ങളോടൊപ്പം ഒന്നിച്ച് വളർന്നതല്ലേ. അപ്പോൾ അവരെ വേർപ്പെടുത്തുമ്പോൾ അവർക്ക് വേദന വരത്തില്ലേ. ഹല്ലേലൂയ പ്രിയ മക്കളെ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കളയുമോ? അങ്ങനെയെങ്കിൽ ആ സഹോദരൻ്റെ മാതാപിതാക്കളെ കളയണം, അല്ലെങ്കിൽ അവർ നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റാണ്. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെപ്പോലെ തന്നെ നമ്മളെ സഹോദരങ്ങളെ, ആ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആ കുടുംബത്തെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് ചിലപ്പോൾ കുറവുകളുണ്ടായിരിക്കുക, അവർ ബലഹീനപാത്രം അല്ലെങ്കിൽ അവർ പ്രശ്നക്കാരായി, പക്ഷേ അവരൊക്കെ നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെയൊക്കെ താഴ്ന്നു കൊടുത്ത് ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായിട്ട് കുടുംബങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ഒപ്പം നമ്മളെ അനുഗ്രഹിക്കും പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വ്യവസ്ഥയോടെ ജീവിച്ചാൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ട് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് വ്യവസ്ഥയോടെ ജീവിച്ചാൽ നമ്മുടെ സഭയിൽ നമ്മൾ അനുഗ്രഹമായിരിക്കും, ദേശത്ത് അനുഗ്രഹമായിരിക്കും, നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹമായിരിക്കും. നല്ലൊരു വിളക്കായി തന്നെ അനേകം പേർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വിളക്കായി നമുക്ക് മാറുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കർത്താവ് എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വ്യവസ്ഥ പ്രകാരം ദിവസത്തിലായിരിക്കുക, നമുക്ക് ശുശ്രൂഷ ചെയ്യാം. പക്ഷേ ആ ശുശ്രൂഷയെന്നൊക്കെയും നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവകൃപയാൽ നിന്ന് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങൾ നിങ്ങളെല്ലാവരും വാക്കുകളാലും നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിന് ഇത് പറയാൻ എന്നെ കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ പറയുന്നു സ്തോത്രം ചെയ്ത്. എന്തെങ്കിലും കുറവ് കുറ്റമുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. സകലവും ദൈവത്തിന് മഹത്വം. നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായി ഓരോരുത്തരെയും ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരെ ഒക്കെ ദൈവം ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.